നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നത് വെച്ചാൽ നമ്മൾ കൊച്ചിയിലാണ് കേട്ടോ. കൊച്ചിയിൽ വളരെ വില കുറച്ച് ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും കൊച്ചിയിൽ വരികയാണെങ്കിൽ ഏറ്റവും അഫോർഡബിൾ റേറ്റ്, നിങ്ങൾക്ക് എവിടെ കിട്ടുന്നതിനേക്കാളും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഭക്ഷണം കിട്ടുന്ന ഒരു സ്പോട്ട് കാണിച്ചു തരാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ കുറെ നാളായിട്ട് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ സമൃദ്ധിയായിട്ട് കൊച്ചിയിൽ വന്ന് ഭക്ഷണം കഴിക്കണമെന്ന് എപ്പോഴും വിചാരിക്കുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കാം, എന്താണ് ഈ സമൃദ്ധിയായിട്ട് കൊച്ചിൻ എന്ന് നിങ്ങൾ വിചാരിക്കാം. നമ്മളൊരു ചായ കുടിക്കുന്ന പൈസയ്ക്ക് ചോറുണ്ണാനോ ഭക്ഷണം കഴിക്കാനോ പറ്റിയല്ലോ. അപ്പൊ അങ്ങനെ ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇവിടെ 20 രൂപയുടെ ചോറ് മാത്രമല്ല, കുറെ വെറൈറ്റി ഫുഡുകളുണ്ട്. പിന്നെ ഇതിൽ കുറെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ഇതിന്. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബോഡി കാണുമ്പോൾ അറിയാം. ഇത് ഒന്നാമത്തെ കാര്യം 24 അവർ വർക്കിംഗ് ആണ് ഇവിടെ. അടിപൊളി ഗവൺമെന്റ് പ്രൊജക്റ്റ് ആണിത്. അപ്പൊ ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് വളരെയധികം ടേസ്റ്റ് ആയിട്ടും വളരെയധികം കാര്യങ്ങളൊക്കെ എല്ലാവരും പറയാറുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ്, എന്താണ് ഇവിടെ, എന്തൊക്കെയാണ് കിട്ടുന്നത്, എങ്ങനെയാണെന്നാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. പക്ഷെ ഞാനൊരു എറണാകുളംകാരനാണ്, അല്ലെങ്കിൽ നമ്മൾ എറണാകുളത്തുള്ള ആളാണെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇതിനെക്കുറിച്ച് പലപ്പോഴും ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടും ഒക്കെ ഉണ്ട്. പക്ഷെങ്കിൽ വരാനുള്ള ഭാഗ്യം കിട്ടില്ല. കാരണം ഒന്നില്ലെങ്കിൽ നമ്മൾ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ആ കറക്റ്റ് ടൈം ആയിരിക്കത്തില്ല. ഒരു ഉച്ചയൂണിന്റെ സമയമൊക്കെ കഴിഞ്ഞായിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് ഫുൾ ടൈം ഉണ്ട്. പിന്നെ ഈ ഒരു ഹോട്ടലിന് വേറെ കുറച്ച് ഇമ്പോർട്ടൻസ് കൂടി ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ന്യൂസ് ചാനലിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഇവിടെയുണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ പറയാം. അപ്പൊ ഇപ്പൊ എന്താണെങ്കിലും നമുക്ക് നേരെ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ സമൃദ്ധി ഹോട്ടലിന്റെ അകത്ത് പോയിട്ട് എന്താണ് ഇവിടെ, എങ്ങനെയാണ് ഇവിടെ ഫുഡ് വാങ്ങിച്ചോണ്ട് എക്സ്പ്ലോർ 20 രൂപയുടെ ഭക്ഷണം എന്ന് പറയുമ്പോൾ എങ്ങനെയുണ്ട് ഫുഡ് എന്നൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ. അങ്ങനെ നമ്മളിത് സമൃദ്ധിയായിട്ട് കൊച്ചിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വലിയ തിരക്കാണ് ഇവിടെ. കാര്യം പറഞ്ഞാല് അകത്തും ഭയങ്കര ജനസാഗരമാണ്. അപ്പൊ എന്താണേലും ഇവിടെ വന്നു. അപ്പൊ നോർമൽ മീൻകറിയും ചോറുമാണ് ഞാൻ ഓർഡർ ചെയ്യാൻ വിചാരിച്ചു. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് അത് കഴിഞ്ഞു. ഇപ്പൊ സമയം 2 മണി ആവുന്നേ ഉള്ളൂ. പക്ഷെ അപ്പോഴത്തേക്കും അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണെങ്കിലും കേരക്കറിയും ചോറുമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ പല പല ഐറ്റംസ് ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ നമുക്ക് ഇതിന്റെ അകത്തേക്ക് പോകാം. റോഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ 24x7 എന്നുള്ള വലിയൊരു ബോർഡ് കാണാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു പാർക്കിംഗ് ഏരിയ ആണ്. 2 വീലറുകളാണ് കൂടുതലോട് പാർക്ക് ചെയ്തിട്ടുള്ളത്. നിരവധി ആളുകളാണ് വരുന്നത്. പിന്നെ ഒരു വലിയ ബോർഡ് ഫ്രണ്ടിൽ തന്നെയുണ്ട്. മഞ്ജു വാര്യർ ചലച്ചിത്രതാരം ഇത് ഉദ്ഘാടനം ചെയ്തതും അങ്ങനെ ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് 2021 ഇത് ഉദ്ഘാടനം ചെയ്തതിന്റെ ഒരു വലിയ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ സൈഡിൽ കാണുന്നതെല്ലാം ചെറിയ ചെറിയ കൗണ്ടറാണ്. ഐസ്ക്രീമിന്റെ കൗണ്ടർ, പിന്നെ സൂപ്പ്, ചിക്കൻ സൂപ്പുകൾ, പായസം, ബോളി, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. പിന്നെ കുറെ മെനു ബോർഡുകൾ ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പൊതിച്ചോറ്, മന്തി, ബിരിയാണി, പിന്നെ ഇന്നത്തെ ഓരോ ദിവസത്തെ സ്പെഷ്യൽ ഐറ്റംസ്, പിന്നെ പ്രീമിയം ഊണുണ്ട് കേട്ടോ ഇവിടെ. അതിൻ്റെ അകത്ത് കുറേ കറികളുണ്ട് പ്രീമിയം ഊണിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കും. അങ്ങനെയുള്ള എല്ലാ ബോർഡുകളെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. ആളുകളെല്ലാം ഇങ്ങനെ ക്യൂ നിന്ന് ടോക്കൺ എടുത്തതിന് ശേഷം ഓരോരോ കൗണ്ടറിൽ പോകണം. ഇപ്പൊ ഐസ്ക്രീമിൻ്റെ ഒക്കെയാണ് അവിടെ തന്നെ ടോക്കൺ ഉണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, ഓരോ സ്ഥലത്തും ടോക്കൺ അല്ല, അവിടെ തന്നെ നമുക്ക് ബില്ല് പേ ചെയ്തിട്ടാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കൗണ്ടറിൽ നിന്ന് ടോക്കൺ എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് വരേണ്ടത്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പല 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 കൗണ്ടേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ ഇതുണ്ടല്ലോ, ഇവിടുത്തെ ഒരു കൗണ്ടറിൽ നമ്മൾ ചോറ് ഐറ്റംസ് ഒക്കെ നമ്മൾ ഇവിടുന്ന് കളക്ട് ചെയ്താണ് പറഞ്ഞത്. പല പല കൗണ്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ കിട്ടുന്ന പല കൗണ്ടറിൽ നിന്നാണ്. ഇപ്പൊ നമ്മൾ എന്തായാലും ചോറും അതോടൊപ്പം തന്നെ മീൻകറിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം, നമുക്ക് ആ സാധനങ്ങൾ വാങ്ങിച്ചതിന് ശേഷം എങ്ങനെയാണെന്ന് നോക്കാം. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഇവിടെ തൊട്ടടുത്തുള്ള ഹോട്ടൽസിനെയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അത്രയധികം വമ്പൻ തിരക്കും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം, നേരെ ചോറ് കളക്ട് ചെയ്തതിന് ശേഷം വരാം. നമ്മളിത് ചോറ് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചോറ് ജസ്റ്റ് ആദ്യത്തെ ഒരു കൗണ്ടറിൽ നമുക്ക് ചോറ് കിട്ടും. അതിനുശേഷം കറിയൊക്കെ നമ്മൾ അടുത്തടുത്ത കൗണ്ടറിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ക്യൂ ഒക്കെ നിന്നത് ഭക്ഷണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചോറ് മാത്രമല്ല കേട്ടോ, ബിരിയാണി ഉണ്ട്. ബിരിയാണിക്ക് 120 റുപ്പീസ് ആണുള്ളത്. അപ്പൊ ഇവിടെ ഒരു കോംബോ ആയിട്ട് നമുക്ക് ചോറ് മീൻകറിയും കൂടെ കിട്ടുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞു പോകാനാണ് നമ്മൾ ഈ കേരക്കറി വിത്ത് ചോറ് വാങ്ങിച്ചത്. അപ്പൊ കേരക്കറിക്ക് വന്നിട്ട് 80 രൂപയാണ് റേറ്റ്, ചോറിന് വന്നിട്ട് 20 രൂപയാണ്. അപ്പൊ ചോറിന്റെ കൂടെ നമുക്ക് ഉള്ള കറികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറുണ്ട്, പിന്നെ പപ്പടമുണ്ട്. പപ്പടം ഞാൻ കുറച്ച് കഴിച്ചു കേട്ടോ. പിന്നെ ഒരു അച്ചാറുണ്ട്. ഇതിൻ്റെ അകത്ത് നാരങ്ങ അച്ചാറാണ് കേട്ടോ, നാരങ്ങ അച്ചാറുണ്ട്. പിന്നെ ഉള്ളതൊരു കൂട്ടുകറി പോലത്തെ ഒരു കറിയാണ് കേട്ടോ ഉള്ളത്. വാഴക്കായും കടലയും പയറൊക്കെ ഇട്ടുള്ള ഒരു കൂട്ടുകറിയുണ്ട്. പിന്നെ നമുക്ക് സാമ്പാർ ഒഴിച്ചോടും തരുവാണെങ്കിൽ. അപ്പൊ അങ്ങനെയാണ്. പിന്നെ ഇവിടെ രണ്ടാമത് നമുക്കെല്ലാം നമ്മൾ അവിടെ പോയി വേണം എടുക്കാനായിട്ട്. നമുക്കിങ്ങനെ നമ്മൾ സാധാരണ നോർമൽ ഹോട്ടലിലെ പോലെ തരത്തില്ല. കാരണം അതുപോലെ ഒരു സദ്യയുടെ അപ്പുറത്തുള്ള ആളാണ് ഹോട്ടലിൽ മൊത്തം ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, അത്രയധികം ജനസാഗരമാണുള്ളത്. അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഞാനിത് കഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒരു 20 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്കൊരു ഉച്ചയ്ക്ക് ഒരു ചോറ് നമുക്കറിയാം പുറത്തുനിന്നൊക്കെ നമ്മൾ കഴിക്കുന്നത്, ചോറോ എന്തും ആയിക്കോട്ടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു 100 രൂപയുടെ മുകളിലേക്ക് നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് പോകും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ പൈസ കുറവാണ് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ നോർത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് കയ്യിലൊരു 20 രൂപയുണ്ട്, 20 റുപ്പീസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാം.
പിന്നെ ഇവിടെ നോൺ ഐറ്റംസിനൊക്കെ എന്ന് പറഞ്ഞാൽ റേറ്റ് സാധാ ഹോട്ടലിലെ പോലെ തന്നെയാണ്. അപ്പൊ എനിക്കിവിടെ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഈ ചോറ് ഇവര് ശരിക്കും കോംപ്ലിമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ചോറിന്റെ അകത്ത് യാതൊരു ലാഭവും ഇതിന്റെ അകത്ത് കിട്ടുന്നില്ല. കാരണം 20 രൂപയ്ക്കൊന്നും നമുക്കറിയാം, 20 രൂപയ്ക്ക് ചോറും പപ്പടവും ഈ കറി എല്ലാം കൂടെ കൊടുക്കുമ്പോൾ 20 രൂപയ്ക്ക് മുകളിൽ പോകും. പിന്നെ എങ്ങനെയാണ് ഇത്രയും വലിയൊരു പ്രസ്ഥാനം ഇത് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നോൺ ഐറ്റംസിന്റെ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവര് ഇത് മുന്നോട്ട് പോകുന്നത്. അത്യാവശ്യം നല്ല ജോലിക്കാർ, നന്നായിട്ടുള്ള സ്റ്റാഫ് ഇവിടെയുണ്ട്. റെയിൽവേയിലും കൂടെ, നമ്മുടെ ട്രെയിനിലും കൂടെ ഈ ഭക്ഷണം നമുക്ക് എത്തിക്കാനുള്ള ചില സംഭവങ്ങളൊക്കെ പുതിയതായിട്ട് ഇവര് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറെ കൗണ്ടറുകളുണ്ട് കേട്ടോ, അപ്പുറം ഇപ്പുറം ഒത്തിരി കൗണ്ടറുകളുണ്ട്. ആ ഫുഡ് കൗണ്ടറുകളിലൊക്കെ എന്താണ് ഉള്ളതെന്ന് കൂടെ നമുക്കത് കാണാം. ഓക്കെ, അപ്പൊ ഇത് പകല് മാത്രം ഉച്ചയൂണിന് വേണ്ടി മാത്രം തുടങ്ങിയ ഒരു സംരംഭമായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പൊ ഇത് 24x7 ആണ്. രാത്രിയിലും ഒക്കെ ഇവിടെ ഫുഡ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ദൂരേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ, നോർത്തിലൊക്കെ വരികയാണെങ്കിൽ ജസ്റ്റ് സമൃദ്ധിയായിട്ട് കൊച്ചിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഏത് പാതിരാത്രിയിലൂടെ ഭക്ഷണം കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത. നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ഓർമ്മിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൊണ്ടുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ എപ്പോഴെങ്കിലും സമൃദ്ധിയായിട്ട് കൊച്ചിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അതല്ലെങ്കിൽ ഈ ഒരു ഫുഡ് കോർട്ടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും എൻക്വയറീസും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ നിന്ന് കമന്റ് ചെയ്യുക. സ്പെഷ്യൽ ഊണിന്റെ അകത്ത് കുറെ ഐറ്റംസ് ഉണ്ട്. അത് അവിടെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്, സ്പെഷ്യൽ ഊൺ ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ റേറ്റ് വേറെയാണ്, ഇതിലും കൂടുതൽ റേറ്റ് കൊടുക്കണം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുവാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചോറ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ 20 രൂപ, നമുക്കൊരു ചായയും സ്നാക്സും കഴിക്കണമെങ്കിൽ പോലും ഒരു 24 രൂപ 26 രൂപയൊക്കെ ഇപ്പോൾ ചെലവാകും. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിപ്പോൾ ജസ്റ്റ് നമ്മൾ ഇവിടുന്ന് മൂവ് ചെയ്യുകയാണ്. പിന്നെ ഇവിടുത്തെ കൗണ്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഇവിടുത്തെ കൗണ്ടറുകൾ കാണപ്പെടുന്നത്. ഓരോ സാധനങ്ങൾക്കും ഉള്ള കൗണ്ടേഴ്സ് ഉണ്ട് ഇവിടെ. സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള പല പല സ്നാക്സ് ഐറ്റംസ് എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. കേസരി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ കൗണ്ടേഴ്സിന്റെ അകത്ത് അവിടെ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാകുന്നുള്ള ഓരോ കൗണ്ടറുകളിലും നമുക്ക് കാണാൻ പറ്റും. സ്നാക്സ് കൗണ്ടർ മാത്രമാണ് ഇവിടെ കാണുന്നത്. ഈ കാണുന്നതാണ് നമ്മള് ഫുഡിനൊക്കെ ടോക്കൺ എടുക്കുന്ന സ്പേസ് ആണ് ഈ കാണുന്നത്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഐസ്ക്രീം കൗണ്ടർ ഉണ്ട്, അതോടൊപ്പം തന്നെ സ്നാക്സ് കൗണ്ടറുകൾ, കുറെ അധികം കൗണ്ടേഴ്സ് ഉണ്ട് കേട്ടോ. പല പല ഐറ്റംസ് ഓരോരോ ഇതിലാണ് കിട്ടുന്നത്. ഇവിടെ കാണുന്ന ഐസ്ക്രീമിന്റെ കൗണ്ടറാണ്. പിന്നെ അതിനോട് തൊട്ട് ചേർന്ന് തന്നെ സൂപ്പും അതോടൊപ്പം തന്നെ പായസങ്ങളുടെ മറ്റൊരു കൗണ്ടറുണ്ട്. സൂപ്പിനൊക്കെ വരും 30 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ അതെല്ലാം അവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ബില്ല് പേ ചെയ്യാം. ഇതിന്റെയൊക്കെ ചോറ് കഴിച്ചതിന് ശേഷം നമ്മൾ അങ്ങനെ അത് പായസം കഴിക്കാന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ചോറിന്റെ കൂടെ ഉള്ളതല്ല കേട്ടോ, ഇത് ബോളി വിത്ത് പായസമാണ്. ഇതിന് വന്നിട്ട് 60 രൂപയാണ്. പക്ഷെ ഇതെനിക്ക് അത്ര അഫോർഡബിൾ ആയിട്ട് തോന്നിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പ്ലേറ്റിലാണ്, പക്ഷെ കുഴപ്പമില്ല. ഇതിനകത്ത് ബോളി ഉണ്ട്, പായസം ഉണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ ലഭ്യമാണ് കേട്ടോ. പിന്നെ പായസം, ഈ പായസം തന്നെ കപ്പിലാണെങ്കിൽ നമുക്ക് വെറും 30 രൂപയുള്ളൂ കപ്പിന്. ബോളി കൂടി ആകുമ്പോഴാണ് ഇതിന് ഈ ഒരു റേറ്റ് വരുന്നത്. ചോറിന്റെയും ബിരിയാണിയുടെ ഒക്കെ കാര്യം നമ്മൾ പറഞ്ഞെങ്കിലും വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം കൊണ്ടുണ്ട്. അതെന്താ വെച്ചാൽ കഞ്ഞിയാണ് കേട്ടോ. ഇവിടെ കഞ്ഞിയുണ്ട്. കഞ്ഞിക്ക് വന്നിട്ട് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കഞ്ഞി കഴിക്കണമെന്നുണ്ടെങ്കിൽ കഞ്ഞിയും കഴിക്കാം, ബിരിയാണി കഴിക്കണം ബിരിയാണി കഴിക്കാം, ചോറ് കഴിക്കണം ചോറ് കഴിക്കാം. അങ്ങനെ ഇന്ന് നമ്മൾ കണ്ടത് സമൃദ്ധി അറ്റ് കൊച്ചിനിലെ ഭക്ഷണമാണ് കേട്ടോ കണ്ടത്, ഫുഡാണ് കണ്ടത്. അപ്പൊ ഇവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു 20 രൂപയൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വളരെ വളരെ അഫോർഡബിൾ ആയിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാവുന്ന സ്ഥലമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. കണ്ടില്ലേ ഇവിടുത്തെ പാർക്കിംഗ് കണ്ടില്ലേ? ഇവിടെ ഇപ്പോഴും കണ്ടില്ല, കുറെ സമയം ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ഒരു 3 മണിയോട് കൂടിയ സമയം ആവാറായി. പക്ഷെ എങ്കിലും ഇവിടെ ഇപ്പോഴും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. ബാക്കിലുള്ള കൗണ്ടറുകളിലൊക്കെ നമുക്ക് സ്നാക്സ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ലഭ്യമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ എല്ലാ സംഭവങ്ങളുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പൊ കൊച്ചിയിലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കൊച്ചിയിലെ എങ്ങനെ വളരെ അഫോർഡബിൾ റേറ്റുള്ള ഭക്ഷണം കിട്ടുന്ന ഈ ഒരു ഗവൺമെന്റ് ഫുഡ് കോർട്ടിനെ കുറിച്ചുള്ള കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെയൊക്കെയുള്ള സംരംഭങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക, പറയുക. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിത് കൊച്ചിയിലെ ഈ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഇപ്പൊ പോവുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മളിന്ന് കണ്ട സമൃദ്ധിയായിട്ട് കൊച്ചിനാണ്. അപ്പൊ സമൃദ്ധിയായിട്ട് കൊച്ചിൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഉറപ്പായിട്ട് നെക്സ്റ്റ് ടൈം കൊച്ചി വിസിറ്റ് ചെയ്യുന്ന സമയത്ത് സമൃദ്ധിയായിട്ട് കൊച്ചിനിൽ വരിക. പിന്നെ 20 രൂപ ചോറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ അകത്ത് ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളേ ഉള്ളൂ. മറ്റ് ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. ബിരിയാണി ആണെങ്കിലും മറ്റെല്ലാ ഫുഡ് ഐറ്റംസ്, ചപ്പാത്തി, പൊറോട്ട എന്ന് വേണ്ട ഇഷ്ടം പോലെ ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഫ്രൈ ഐറ്റംസ്, നോൺ ഐറ്റംസ്, കുറെ ഐറ്റംസ് ഉണ്ട് ഇവിടെ. അപ്പൊ അതൊക്കെ അത് പക്ഷെ അതിന്റെ പ്രത്യേകിച്ച് അതിനൊക്കെ അഫോർഡബിൾ റേറ്റ് ആണ്. നമ്മുടെ പുറത്തെ വലിയ ഹോട്ടൽസിലെ വലിയ വിലയിലേക്കില്ല. പക്ഷേങ്കിൽ
സാധാരണ നോർമൽ ഹോട്ടലിൽ കിട്ടുന്ന റേറ്റിന് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഒന്നുകൂടി പറയുകയാണ്, വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.